കിഴക്കമ്പലത്തെ 2020യും കേരള BJP ഘടകവും തമ്മിലുള്ള കൂടിച്ചേരലാണ് സംസ്ഥാനത്തെ ഏറ്റവും പുതിയ രാഷ്ട്രീയ പരീക്ഷണമായി ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളി നിയന്ത്രിക്കുന്ന BJPയും ശ്രീ സാബു ജേക്കബ് എന്ന കിറ്റക്സ് ഗാർമെന്റ്സ് കമ്പനിയുടെ കോർപ്പറേറ്റ് മുതലാളി സമ്പൂർണമായും കൈവശം വച്ചിരിക്കുന്ന 2020 തമ്മിൽ ചേരുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് ഒട്ടും സുഖിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവായ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. നോക്കൂ, 2020 എന്ന രാഷ്ട്രീയ പരീക്ഷണം കിഴക്കമ്പലത്ത് ആരംഭിക്കുന്നത് 2015-ലാണ്. ശ്രീ സാബു ജേക്കബ് എന്ന വ്യവസായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ MC ജേക്കബ് ആരംഭിച്ച അന്ന അലൂമിനിയം കിറ്റക്സ് കമ്പനിയായി മാറുന്നു. ആ കിറ്റക്സ് കമ്പനി തിരുപ്പൂരിൽ അവരുടെ ഗാർമെൻറ്റ്സ് ഫാക്ടറി തുടങ്ങുന്നു. അത് പടിപടിയായി വളരുന്നു. എന്നാൽ തിരുപ്പൂരിൽ വലിയ തരത്തിലുള്ള മലിനീകരണങ്ങൾ സജീവമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ നടത്തിയ വലിയ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായി കിറ്റക്സ് ഗാർമെൻറ്റ്സ് ഫാക്ടറി കേരളത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടി വരുന്നു. അങ്ങനെ കിഴക്കമ്പലത്തെത്തുന്ന കിറ്റക്സ് ഗാർമെൻറ്റ്സ് വളരുവാൻ ആവശ്യമായ പശ്ചാത്തലം ഈ കിഴക്കമ്പലം ഉൾപ്പെടുന്ന ഗ്രാമീണവാസികളാണ് ഉണ്ടാക്കി കൊടുത്തത്. ഒരു ഘട്ടം കഴിയുമ്പോൾ അതിസമ്പന്നനായി മാറിയ ശ്രീ സാബു ജേക്കബ് താൻ കടന്നു വന്ന വഴികളെയൊക്കെ മറന്നുകൊണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അതിനെ ജനങ്ങൾക്ക് ചില സഹായങ്ങൾ നൽകുവാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരാണല്ലോ 2020 എന്നത്. 2015 തെരഞ്ഞെടുപ്പിൽ വളരെ ആരോഗ്യകരമായ ചില മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് അത്ഭുതകരമായ മുന്നേറ്റം കിഴക്കമ്പലത്ത് അവർ ആരംഭിക്കുമ്പോൾ അവിടെ നിന്നും തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്ക്, ഐക്യരനാട് ഉൾപ്പെടുന്ന 4 പഞ്ചായത്തുകളിലേക്ക് 2020 ശക്തമായി അവരുടെ സ്വാധീനം അറിയിക്കുന്നു. എന്നാൽ ആ പഞ്ചായത്തുകളിൽ കോർപ്പറേറ്റ് മുതലാളിയുടെ ചില ഇടപെടലുകൾ, ശ്രീ സാബു ജേക്കബിൻ്റെ ചില ഇടപെടലുകൾ സംസ്ഥാനത്തെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന സംവിധാനത്തിൻ്റെ ചട്ടക്കൂടുകളെ വെല്ലുവിളിക്കുന്നതായിരുന്നു. ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ആയിരിക്കണം പഞ്ചായത്തിൻ്റെ വികസന സമിതിയുടെ അധ്യക്ഷൻ ഉണ്ടാകേണ്ടതെന്ന് പറയുമ്പോൾ ഇതൊന്നും തനിക്ക് ബാധകമല്ലെന്ന തരത്തിൽ ഒരു മുതലാളി അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ജനങ്ങളുടെ ഇടയിൽ ചെലവഴിക്കണമെന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെ പണം ഇറക്കിക്കൊണ്ട് തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് ചില സഹായങ്ങൾ നൽകുകയും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ വലിയ ഒരു മുന്നേറ്റം 2020 കേരളത്തിൽ ഉണ്ടാക്കുമെന്നൊരു പ്രതീതി ജനിപ്പിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന തരത്തിൽ ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് പീപ്പിൾ വെൽഫെയർ അലയൻസ് എന്ന പരീക്ഷണം 2022 ഉണ്ടാക്കിയെങ്കിലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പരീക്ഷണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതിന് ശേഷം ശ്രീ സാബു ജേക്കബിൻ്റെ ചില സമീപനങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായി അവർ ജയിച്ചു വന്നിരുന്ന 4 പഞ്ചായത്തുകളിൽ 2 മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞത്. മാത്രമല്ല 2 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടായിരുന്നത് പൂർണ്ണമായും അവർക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. എന്നാൽ മറ്റ് ചില പഞ്ചായത്തുകളിൽ അവർക്ക് ചില മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. കൊച്ചിൻ കോർപ്പറേഷനിൽ അവർ മത്സരിച്ച ഒരിടത്ത് പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാഷ്ട്രീയമായി 2020 ഗ്രാഫ് നോക്കിയാൽ വളർച്ചയല്ല, മറിച്ച് ചില തിരിച്ചടികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതേ 2020യെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന BJPയുമായി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചില പരീക്ഷണത്തിന് BJP ഇറങ്ങുന്നത്. ഇതിൻ്റെ പിന്നിൽ 2 കോർപ്പറേറ്റ് സ്വഭാവമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ഒന്നിക്കുന്നു. അതിൻ്റെ പിന്നിൽ ചില സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന്, ശ്രീ സാബു ജേക്കബിനെ പോലെ ന്യൂനപക്ഷ സമുദായത്തിലെ അതിസമ്പന്നനായ ഒരാളെ കൂട്ടുനിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയെ അവർ തൃശ്ശൂരിൽ ഉൾപ്പെടെ തള്ളിപ്പറയാൻ കഴിഞ്ഞ ആ പോരായ്മ പരിഹരിക്കാനുള്ള മറ്റൊരു പരീക്ഷണം എന്ന അർത്ഥത്തിലും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ സാബു ജേക്കബിനെ കൂടെ നിർത്തുമ്പോൾ
ശ്രീ സാബു ജേക്കബിൻ്റെ 2020 വളർച്ചയുടെ ഗ്രാഫല്ല, ഇടർച്ചയുടെ ഗ്രാഫ് കാണിക്കുന്നു എന്ന് മാത്രമല്ല, കേരളീയരെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ കേരളം വ്യവസായ സൗഹൃദമല്ല എന്നും വ്യവസായികൾക്ക് എതിരാണ് എന്നും ശ്രീ സാബു ജേക്കബ് പറയുമ്പോൾ മറിച്ചാണ് എന്ന് സർക്കാരിൻ്റെ കണക്കുകൾ, ദേശീയ സർക്കാരിൻ്റെ കണക്കുകൾ പോലും ഒരു വശത്ത് പറയുമ്പോൾ ശ്രീ സാബു ജേക്കബിൻ്റെ കേരളീയ വിരുദ്ധത, കേരളീയരോടുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ സ്വാഭാവികമായി കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന മോദി സർക്കാരിൻ്റെ സമീപനവുമായി കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഈ പരീക്ഷണം ലക്ഷ്യത്തിലെത്താതെ BJPക്ക് മറ്റൊരു ബാധ്യതയായി മാറാനുള്ള സാധ്യതയാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.